Hi, welcome to Autodesk Root Architecture Beginner's Guide. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാസിംഗ് ആൻഡ് സൈറ്റ് കമ്പോണൻസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാസിംഗ് എന്നും രണ്ടാമത്തേത് സൈറ്റ് കമ്പോണൻസ് എന്നും. ഫസ്റ്റ് നമുക്ക് മാസിംഗ് നോക്കാം. മാസിംഗ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ആ സ്ട്രക്ചേഴ്സ്, അതായത് ഒരു മാസ് സ്ട്രക്ചേഴ്സ്, അതിനകത്ത് നമുക്ക് ഇന്റീരിയർ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എക്സ്റ്റീരിയർ മാത്രം, അല്ലെങ്കിൽ ഇന്റീരിയർ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ മെയിൻലി നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ടൂൾസ് ആണ് മാസിംഗ്. മെയിൻലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ട്രക്ചേഴ്സ്, അതായത് ഒരു കോൺഫറൻസ് ഹാൾ, അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് മോൾ, ഒരു കോൺഫറൻസ് ഹാൾ, വലിയ ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാസിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ടാബ് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മാസിംഗ് ആൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ടൂൾസ് വരും. അതിനകത്ത് കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റൽ മാസ്, മോഡൽ ബൈ ഫേസ്, മോഡൽ സൈറ്റ്, മോഡിഫൈ സൈറ്റ്. ഓക്കെ, ഇതിന് മോഡൽ സൈറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഈ മാസിങ്ങിനെ കുറിച്ചാണ്. അപ്പം മോഡൽ ബൈ ഫേസും കൺസെപ്റ്റൽ മാസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ടെംപ്ലേറ്റ്, നമ്മുടെ ഡിഫോൾട്ട് മെട്രിക് ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അതിനകത്ത് കുറച്ച് ലെവൽ ക്രിയേറ്റ് ചെയ്തു. സൗത്ത് എലിവേഷൻ നിങ്ങൾക്ക് കാണാം, ഒരു 7 ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 300 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, ഞാൻ ലെവൽ 1 വന്നു. നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ വലിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഇതുവഴി എളുപ്പം സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇൻ പ്ലേസ് മാസിൽ വന്നു. അതായത് നമുക്കവിടെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇൻ പ്ലേസ് ഉണ്ട്, പ്ലേസ് മാസ് ഉണ്ട്. പ്ലേസ് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഫയല് ലോഡ് ചെയ്ത് വെക്കുന്നതാണ് പ്ലേസ് മാസ്. അത് നമുക്ക് യൂസ്ഫുൾ അല്ല, യൂസ് ആണ്, എന്നാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇൻ പ്ലേസ് മാസ് ക്ലിക്ക് ചെയ്തു. അപ്പം ഒരു പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ മാസ് 1 തന്നെ കൊടുത്തു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മോഡിഫൈ പാനൽ വന്നു. അപ്പോൾ ഇത്രയും ഈ ഡ്രോ പാനൽ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഡയമെൻഷൻസ് എടുക്കാം, അതിൻ്റെ പ്ലെയിൻ സെറ്റ് ചെയ്യാം, ഏത് മോഡലാണ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ബോക്സ് വന്നു. ഇതിനുള്ളിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ലെവൽ 1ലാണ് റെക്റ്റാങ്കിൾ വരച്ചത്. ഓക്കെ, വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് സോളിഡ് ഫോം ഉണ്ട്, അതുപോലെ വോയിഡ് ഫോം ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും മീനിങ് നമുക്കറിയാം. സോളിഡ് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോളോ ഒന്നും ആയിരിക്കില്ല, വോയിഡ് ഫോം എന്ന് പറയുമ്പോൾ ഹോളോ ആയിരിക്കും. നമുക്ക് സോളിഡ് ഫോം സെലക്ട് ചെയ്യാം. സോളിഡ് ഫോം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ 3Dയിലേക്ക് നോക്കിയാൽ അതൊരു സോളിഡ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു സോളിഡ് ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ആ മാസ് ഫോം അവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എലിവേഷനിൽ വന്നാൽ ഡ്രാഗ് ചെയ്ത് 7th ഫ്ലോർ വരെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 3Dയിൽ വന്നു. നെക്സ്റ്റ് നമുക്കിതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്കിതിനകത്ത് പെട്ടെന്ന് തന്നെ ഫ്ലോറും വോളും കർട്ടൻ വാളും എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫ്ലാറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും, മാസ് ഫ്ലോർ എന്ന് പറഞ്ഞു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ലെവലിൽ ഫ്ലോർ വേണോ അതെല്ലാം ടിക്ക് ചെയ്യുക. എനിക്കിപ്പം 7 ലെവലിലും ഫ്ലോർ വേണം. ഓക്കെ, ഞാൻ എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ അവിടെ ഫ്ലോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫ്ലോർ എന്ന് പറയുമ്പം ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ മാത്രം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനകത്ത് ഫ്ലോർ കൊടുക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും മാസിംഗ് ആൻഡ് സൈറ്റ് വരിക. അവിടെ ഫ്ലോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഫ്ലോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും എവിടേക്കാണ് ഫ്ലോർ വേണ്ടത്. ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, അങ്ങനെ ഇത്രയും ഫ്ലോർ സെലക്ട് ചെയ്തു. ദെൻ എൻ്റർ പ്രസ് ചെയ്തു. നമുക്കവിടെ ഫ്ലോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഏതാണോ, അതായത് മാസിംഗ് സൈറ്റ് ഫ്ലോർ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളിവിടെ എവിടെയാണോ ഫ്ലോർ സെലക്ട് ചെയ്തത് ആ ഫ്ലോർ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ഫ്ലോർ എല്ലാം ക്രിയേറ്റ് ആയി. ഇനി വേണ്ടത് എന്താ? ഞാൻ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. ഇനി വേണ്ടത് വാളാണ് വേണ്ടത്. അതായത് നമുക്ക് ചുറ്റും വോൾ വേണം. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും മാസിംഗ് ആൻഡ് സൈറ്റ് വരിക. ഇവിടെ വോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ വോൾ സെലക്ട് ചെയ്യുക. ഞാൻ ഈ വോൾ സെലക്ട് ചെയ്തു. ദെൻ നിങ്ങൾ ഓരോ ഫേസിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരു ബ്ലൂ ലൈൻ വരുന്ന കാണാം ആ ഫേസിൽ. ജസ്റ്റ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു, ക്ലിക്ക് ചെയ്തു.
അപ്പോൾ അവിടെ അവിടെ വോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ സൈഡ് സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ബാക്ക് സൈഡ് സെലക്ട് ചെയ്തു. അപ്പം നമ്മുടെ 3 സൈഡിലും വോള് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലോറും ക്രിയേറ്റ് ആയി കിട്ടി, വോളും ക്രിയേറ്റ് ആയി കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റൂഫാണ്. ഞാൻ വീണ്ടും മോഡിഫൈ ക്ലിക്ക് ചെയ്തു, മാസിങ് ആൻഡ് സൈറ്റ് വന്നു. നിങ്ങളുടെ തന്നെ ഇവിടെ തന്നെ കാണാം റൂഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ടൈപ്പ് റൂഫാണ് വേണ്ടത്, അത് സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ എവിടെയാണോ റൂഫ് വേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക. ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പം നിങ്ങൾക്ക് കാണാം ചുറ്റും ഒരു ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ സെലക്ട് ആയെന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് റൂഫ് ക്ലിക്ക് ചെയ്യുക. അവിടെ റൂഫും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലോറും ക്രിയേറ്റ് ആയി, വോൾ ക്രിയേറ്റ് ആയി, റൂഫ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് കർട്ടൻ വോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും സെയിം പോലാണ്. കർട്ടൻ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് കർട്ടൻ വോൾ വേണ്ടത് ആ ഫേസ് സെലക്ട് ചെയ്യുക. എനിക്കിത് ഈ ഫേസിൽ കർട്ടൻ വോൾ വേണം. ഞാനപ്പം ഈ ഫേസ് ക്ലിക്ക് ചെയ്തു, അത് സെലക്ട് ആയിട്ടുണ്ട്. ക്രിയേറ്റ് കർട്ടൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എഡിറ്റ് പോയാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് അതിൻ്റെ മുള്ളിയൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇതേ ഞാൻ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. അവിടെ കർട്ടൻ സിസ്റ്റവും വന്നിട്ടുണ്ട്, അതുപോലെ വോൾ വന്നിട്ടുണ്ട്, റൂഫ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് മാസ്കിങ്ങിൻ്റെ യൂസ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു വലിയ ഒരു സ്ട്രക്ചറിൻ്റെ, വലുതായാലും ചെറുതായാലും പെട്ടെന്ന് തന്നെ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാം, റൂഫ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വോൾ ക്രിയേറ്റ് ചെയ്യാം, കർട്ടൻ വോൾസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഓരോ ലെവലിലും ഓരോ ഡിസൈൻ, അതായത് ഓരോ ജിയോമെട്രി കൊടുത്തിട്ട് അതിനെ ഒറ്റ വോയിഡ് ഫോമായിട്ട് മാറ്റാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ലെവൽ 1 വന്നു. ലെവൽ 1 വന്നിട്ട് ഞാൻ മാസിങ് സൈറ്റ് ക്ലിക്ക് ചെയ്തു, മാസിങ് പ്ലേസ് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഞാനൊരു ഈ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്, ഒരു എലിപ്സിന്റെ ഷേപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഷേപ്പ് കൊടുത്തു. ഞാൻ ലെവൽ 4 വന്നു. അവിടെ ഞാൻ വേറൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പ്, അതായത് റെക്റ്റാങ്കിൾ കൊടുത്തു. ദെൻ ലെവൽ 7 വന്നു. ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തു. ഓക്കെ, നമുക്ക് 3Dയിൽ നോക്കാം. ഇങ്ങനെ 3 ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ ടോപ്പ് വ്യൂവിലെടുത്തു. ഇതിനൊന്ന് ജസ്റ്റ് അലൈൻ ചെയ്യാണ്. ഓക്കെ, എന്നാൽ അലൈൻ ചെയ്തു. ദെൻ ഇത്രയും സെലക്ട് ചെയ്തു. ദെൻ ക്രിയേറ്റ് ഫോം, സോളിഡ് ഫോം കൊടുത്തു. ദെൻ ഫിനിഷ് കൊടുത്തു. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നതിനനുസരിച്ച്, അതായത് ഏത് ഷേപ്പാണോ വരച്ചിരിക്കുന്നത് അതനുസരിച്ച് ഒരു ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പല ലെവലിൽ പല ജിയോമെട്രി വരച്ചിട്ട് അത് ഒറ്റ വോയിഡ് ഫോമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഫ്ലോറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു, മാസിങ് സൈറ്റ് വന്നു, ഫ്ലോർ സെലക്ട് ചെയ്തു, ക്രിയേറ്റ് ഫ്ലോർ കൊടുത്തു. ഫസ്റ്റ് നമ്മൾ മാസിങ് ഫ്ലോർ കൊടുക്കണം. മാസിങ് സൈറ്റ് വന്നു, ഫ്ലോർ സെലക്ട് ചെയ്തു, ഇത്രയും സെലക്ട് ചെയ്തു, ക്രിയേറ്റ് ഫ്ലോർ കൊടുത്തു. നമ്മുടെ ആ ഷേപ്പിൽ ഫ്ലോർ വന്നിട്ടുണ്ട്. ദെൻ ഞാൻ ഫുള്ള് കർട്ടൻ വോളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കർട്ടൻ വോളിൽ വന്നു. മോഡിഫൈ ക്ലിക്ക് ചെയ്തു. ദെൻ റൂഫ് സെലക്ട് ചെയ്തു. എവിടെയാണോ റൂഫ് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് റൂഫ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഫ്ലോർ അതുപോലെ തന്നെ കർട്ടൻ സിസ്റ്റം ഇനി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നോക്കാം.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാസിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങളുടെ മാസ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ മാസ് സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൈറ്റ് കമ്പോണൻ്റ് ആണ്. അതായത് നമുക്കിപ്പം സൈറ്റിൽ സറൗണ്ടിങ് വെക്കേണ്ട സാധനങ്ങൾ, അതായത് ഇപ്പം ട്രീസ് വരും, അതുപോലെ തന്നെ ബിന്ന്, അതുപോലെ തന്നെ ചെയർ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് സൈറ്റ് കമ്പോണൻറ്റ് യൂസ് ചെയ്താണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ഫാമിലി ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ നിങ്ങളുടെ സൈറ്റ് കമ്പോണൻറ്റ്സ് കിടക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ പ്രോപ്പർട്ടീസ് ലെഫ്റ്റ് സൈഡിൽ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ ട്രീസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ലെവൽ 1 വന്നു. സൈറ്റ് കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്തു. ദെൻ ഈ ട്രീ ഒക്കെ സെലക്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ ചുമ്മാ പ്ലേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അതല്ലെങ്കിൽ ലോഡ് ചെയ്യാം. നിങ്ങളുടെ എവിടെയെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നോക്കട്ടെ, എൻ്റെ ഏതെങ്കിലും കുറച്ച് മെറ്റീരിയൽ മാസെല്ലാം സൈറ്റ് പാർക്കിംഗ് ഇതേ നമ്മുടെ ഒരു സ്പോർട്സ് ഫീൽഡ് തന്നെ ഓപ്പൺ ചെയ്തു. ദെൻ അത് ഞാൻ കുറച്ച് വലുതാണ്, ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ എസ്കേപ്പ് പ്രസ് ചെയ്തു. നമുക്ക് 3Dയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലുണ്ട്. സോ അവിടെ നമ്മൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ട്രീ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇതാണ് സൈറ്റ് കമ്പോണൻസിൻ്റെ യൂസ്. ദെൻ പാർക്കിംഗ് കമ്പോണൻ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യേണ്ട, അതായത് നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ വരുമല്ലോ, അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതായത് കമ്പോണൻസ് ഒക്കെയാണ് ഇവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് പ്ലേസ് ചെയ്യുക. അതായത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ആ ഒരു ചെറിയ ഓപ്ഷൻസ് ഒക്കെ അതാണ് പാർക്ക് കമ്പോണൻറ്റ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ലോഡ് ചെയ്യാം. ഇതെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് വേണ്ട, നമ്മുടെ പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്ലോട്ട്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ യൂസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് സർഫസ് ആണ്. അതായത് നമുക്ക് ടോപ്പ് സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എന്താ ഗ്രീനിഷ് അല്ലെങ്കിൽ കോൺക്രീറ്റഡ് അല്ലെങ്കിൽ എന്താ അങ്ങനെ നമുക്കൊരു ടോപ്പ് സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താ മാസിങ്ങിനെയും സൈറ്റിങ്ങിനെ കുറിച്ച് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ടോപ്പ് സർഫസിനെ കുറിച്ച് വിശദമായിട്ട് പറയും. ഓക്കെ, താങ്ക് യു.